കണ്ണപ്പി ലൈവ് ഇനി ഇങ്ങോട്ടൊരു പെണ്ണൊന്ന് പ്രപ്പോസ് ചെയ്യുന്ന വരെ ഞാൻ പോയടാ എപ്പോഴേലും ചിന്തിച്ചോ സിമ്പിൾ പഴമാണ്. ശരത്തേറെ ഫ്ലെക്സ് ചെയ്യാൻ പോണേ ഇവല്ലേ ഇവളെ ഇപ്പൊ കുറ്റം പറഞ്ഞിരുന്നേ എടാ എനിക്ക് അറിഞ്ഞൂടാ ഈ എന്തൊരു യൂണിവേഴ്സ് സീരിയലാ, സീരിയല്. ഇത് സീരിയല് കണ്ണനല്ല പെണ്ണെന്ന്. എന്തോ ഇതൊക്കെ കണ്ണപ്പി ലൈവ് കണ്ണപ്പടി ലൈവ് എന്ന് വെച്ചാ മോനെ ഞാടിപ്പോ അറിയില്ല നോക്കട്ടെ കണ്ണാപ്പി സർ ബൈക്ക് റിപ്പയർ സ്ഥിതിക്ക് ടയറും കൂടെ മാറ്റിയാലോ. പ്രീമിയം അല്ലേ എന്താ ഇല്ല ഇറങ്ങുന്നതോടെ ഞാൻ ഈ പ്രപ്പോസ് ചെയ്ത കേസും ഇതെല്ലാം ഞാൻ മറക്കുവാണല്ലോ. ഇനിയും എന്തായാലും ഇനി ഇങ്ങോട്ടൊരു പെണ്ണൊന്ന് പ്രപ്പോസ് ചെയ്യുന്ന വരെ ഞാൻ പോയടാ. ഞാൻ എന്തോ പറയുന്നേ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുന്ന വരെ ഞാൻ ഒരു ഇത് ആരെയും നോക്കാനോ ഒന്നിനും ഞാൻ പോകത്തില്ല. കരഞ്ഞാ പെമ്പിള്ളാരുള്ള ട്രസ്റ്റ് വരെ ഇത് കാരണം പോയി. എന്താടാ ഇങ്ങനെ ശരിക്കുള്ള ഞാൻ പറഞ്ഞ എന്തേലും കാര്യം നീ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചില്ലോ. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, ഞാൻ കുറ്റപ്പെടുത്തിയല്ല. ഞാൻ ഇപ്പഴും നീ പറയണത് ഞാൻ നിനക്ക് ഹോപ്പ് വന്നു, ഞാൻ നിന്നെ ഇപ്പൊ പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ എവിടെ പറഞ്ഞു ഹോപ്പ് നീ ഇത്ര നേരം അങ്ങനെ തന്നെ സംസാരിച്ചതാ. ഇതിന് മുമ്പ് എങ്ങനെ സംസാരിച്ച ഇപ്പൊ പറഞ്ഞില്ല. അല്ല എനിക്ക് ഇനി ഹോപ്പ് ഇതിന് നീ ഇത്ര നേരം സംസാരിച്ചു. നീ എന്റെ ഭാഗത്ത് എപ്പോഴേലും ചിന്തിച്ചോ? സിമ്പിൾ പഴമാണ്. റിലേഷൻഷിപ്പിൽ പോകുമ്പോ അത്രയും ചിന്തിച്ചിട്ട് മാത്രമേ ഞാൻ ടൈം മാത്രമേ നിന്നോട് ഞാൻ ചോദിച്ചോളൂ. 2ാം തീയതി വരെ 2ാം തീയതി ഓക്കെ. നീ ടൈം എടുത്തോ. ശരത്തേറെ ഫ്ലെക്സ് ചെയ്യാൻ പോണേ അല്ല ഇവന് 2ാം തീയതി വെയിറ്റ് ചെയ്തിട്ട് റിജക്ട് ചെയ്യുവാണെങ്കിലോ? കുഴപ്പമില്ല. അപ്പൊ അത് പ്രതീക്ഷയല്ലേ? എല്ലാ ചാറ്റില് പോയാലും ഞാൻ ഫ്ലെക്സ് ചെയ്യും. ലൈവ് പോലും വരാതെ ഇങ്ങനെ ഫ്ലെക്സ് ചെയ്യാൻ പറ്റുന്ന ആരുണ്ട്? ഇതൊരാൾക്ക് കൊടുക്കുന്ന ട്രോമയല്ലേ ലോറ? ഇപ്പൊ ലോറ പറയുന്നുണ്ട് വേറൊരു പെണ്ണായിട്ട് ഇത്ര ക്ലോസ് ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് നീ സിറ്റിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. എനിക്കൊരു ഇഷ്ടമില്ലായിരുന്നെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാൻ പറയുമായിരുന്നു. എടാ ഇത് ഭയങ്കര സീരിയസ് ആണോ? എനിക്കൊരു ഇഷ്ടമില്ലായിരുന്നെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാൻ പറയുമായിരുന്നു. അതല്ല അത് ശരിയാണല്ലോ. അല്ല അവൾക്ക് എന്താ 2ാം തീയതി പറയാനുള്ളത് നോക്കണം. അല്ലടേ അവൾ എന്റെ അടുത്ത് ഒരു കാര്യം ശരിയാണ്. അവള് പറഞ്ഞൊരു കാര്യം മാത്രം ശരിയാണല്ലോ. എന്താ വെച്ചാ അവളുടെ കാര്യങ്ങളെല്ലാം എന്റെ അടുത്ത് തുറന്നു പറഞ്ഞ ആളാണ് ലോറ. അപ്പം ഞാൻ അതിന് വാല്യൂ എന്താണ് ഈ പൈരം പറയണേ? എടാ ആദ്യം ഇന്നലെ ഒരു ഐഷു പ്രപ്പോസ് ചെയ്തു. എന്നിട്ട് ആ പ്രപ്പോസൽ മാറ്റി ലോറ പ്രപ്പോസ് ചെയ്ത്. ഇതൊക്കെ ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഞാൻ ഫ്രീ ആയോണ്ടാണ്. മാത്രമേ അവള് ചോദിച്ചില്ല, വേറൊന്നും ചോദിച്ചില്ല. ലോറ പ്രപ്പോസ് ചെയ്തിട്ട് ലൈവ് ഇട്ടൂടെ? എടാ ഞാൻ ആ സമയത്ത് ലൈവ് ഇട്ടാ ഞാൻ കഴിച്ചോണ്ടിരിക്കുവായിരുന്നു. ന്യൂ ഇയറിനും ക്രിസ്മസിനും ഉണ്ടാവോ? കാണൂല, മരിച്ചു. ഇവല്ലേ ഇവളെ ഇപ്പൊ കുറ്റം പറഞ്ഞിരുന്നേ? എടാ എനിക്ക് അറിഞ്ഞൂടാ ഈ എന്തൊരു യൂണിവേഴ്സ് ഇത് സീരിയല്. എന്താ ഗിഫ്റ്റ് കാണത്തില്ലല്ലോ, പിന്നെ എന്താ ഇനി ഗിഫ്റ്റ്? ഇത് കറക്റ്റ് സീരിയല്. 2ാം തീയതി വരാം. സീരിയൽ എപ്പിസോഡ് നീ പോവാ അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കും. 2ാം തീയതി വരെ നമുക്ക് അതൊക്കെ എന്ത് പ്രശ്നം? വെയിറ്റ് ചെയ്യാം. പഴയ പോലെ വെയിറ്റ് ചെയ്യും. നിനക്ക് റിലേഷൻഷിപ്പ് ഇല്ലാണോ? 2ാം തീയതി വരെ മിണ്ടത്തില്ല, മെസ്സേജ് അയക്കത്തില്ല, കാണത്തില്ല. അതിന്റെ ആവശ്യം എന്താണ്? അത് ഇതും തമ്മിൽ എന്താണ് ബന്ധം? ഞാൻ എങ്ങോട്ട് ഒളിച്ചോടി പോകാനൊന്നും പോകുന്നില്ല. അതിന്റെ ഇതും തമ്മിലുള്ള ബന്ധം എന്താണ്? ആളിന്റെ മൂഡ് മാറി. എനിക്ക് കാണാതിരിക്കുമ്പോ വേറെ വല്ല പെണ്ണ് വന്നാലോ? ടെസ്റ്റ് ചെയ്യണല്ലോ. ഇത് വേറെ ഏതാ യൂണിവേഴ്സ് അല്ലേടാ? ഇത് ഞാൻ എന്ത് പറയാനാ? ലൈവ് കാണുന്നുണ്ട് പാത്തുവാടെന്ന് ഉറപ്പ് വരുത്തും. ലൈവ് കാണുന്നുണ്ട്. ബോബ ഇങ്ങോട്ട് മാറി സംസാരിക്കട്ടെ, ഒരു കാര്യം ചോദിക്കാം. അതെ നെവർ എൻഡിങ് ലൂപ്പ്.
നിന്റെ ജീവിതം എനിക്ക് മനസ്സിലാവുന്നില്ലാത്തോണ്ട് പറയും ഇത് എന്താ ഇത് അളയാ ഞാൻ പറയട്ടെ, അവള് വേറെ ഒന്നും ചോദിച്ചില്ലല്ലോടാ. അവളെ ആകെ ചോദിച്ചത് പറഞ്ഞാൽ അവളുടെ ട്രോമ എന്റെ അടുത്ത് പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, മനസ്സിലായ? അപ്പൊ നാണങ്ങട്ട് പുഴുക്കും. സത്യം പറയാ, 2-ാം തീയതി പറഞ്ഞ ആലോചിച്ച് നോക്കി എത്ര ദിവസമുണ്ട്. ചിലപ്പോ അവൾ ഇങ്ങനെ വിചാരിച്ചല്ലോ, ഈ വർഷം നീ ഒരു കാര്യം ആലോചിച്ച് നോക്ക്, അടുത്ത വർഷം ഫ്രഷ് ആയിട്ട് അവരെ പ്രേമിച്ചു തുടങ്ങാതെ വിചാരിച്ചാണെങ്കിലോ? നീ ഒരു കാര്യം ആലോചിച്ച് നോക്ക്. അവൾക്ക് സ്നേഹം അല്ല അവള് പറഞ്ഞ എന്താ, അവൾക്ക് ടൈം വേണം. അപ്പൊ 3 മാസം അവള് പിന്നെ എന്തിനാണ് എടുത്തോണ്ടിരുന്നത്? അതൊന്ന് പറ. 3 മാസം മുന്നേ പ്രപ്പോസ് ചെയ്തു. ബോബെ കലിപ്പായ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്ന് പറഞ്ഞ എത്ര പാട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് ഞാൻ ചാറ്റ് വരുമ്പോ എനിക്ക് ഇത് മതി. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നിർത്തും. ഗൈസ് എനിക്ക് മസിൽ ഗൈസ് മസിൽ എനിക്ക് മസിൽ മതി. ഗൈസ് എനിക്ക് മസിൽ ചേട്ടാ പറ ചേട്ടാ എനിക്ക് മസിൽ. ഗൈസ് എനിക്ക് മസിൽ മതി. ഗൈസ് എനിക്ക് മസിൽ. ചേട്ടൻ പറ ചേട്ടാ മസിലേ ഗൈസ് മസിലേ. മസിൽ വിഷയായിരിക്കല്ലേ? കോപ്പറേറ്റ് ആഡ്രവിനും കൂടുതലാ, കുറഞ്ഞതിലിട്ടോ. ഇനി മനസ്സിലാവും. പവർ ചന്ദ്രൻ അതൊക്കെ അവൻ ഇനി അത്രേ ഉള്ളു. കണ്ടോ മനസ്സിലായി. അത് നീ അർഹിക്കുന്നത് ചന്ദ്ര, അത് നീ അർഹിക്കുന്നുണ്ട്. കണ്ണനല്ല പെണ്ണെന്ന്. അത് കോപ്പി പേസ്റ്റ് ചെയ്യണ്ടാ. ആരുടെ കമന്റടാ അത്? ഈ ചന്ദ്ര നീ കൂടെ കൂടിയതാ. സീരിയൽ തുടങ്ങിയ ചേട്ടയുടെ പവർ, ചേട്ടയുടെ സ്പാമർ. അതല്ലേ 2-ാം തീയതി പറയാന്ന് പറഞ്ഞു. ഗിഫ്റ്റ് വേണമെന്നല്ലോ പറഞ്ഞേ. ഗിഫ്റ്റ് വേണം പിന്നെ. കണ്ണാപ്പിയല്ല പെണ്ണാപ്പി. ഗിഫ്റ്റ് 2-ാം തീയതിത്തെ ഓക്കെ അല്ലേ? ചന്ദ്ര കഴിവറി നീ കണ്ണാപ്പിയല്ല പെണ്ണാപ്പിന്ന്. അതുവരെ കേക്ക് വരുന്നേട്ടാ. എനിക്ക് അത് കേൾക്കുമ്പോ മാത്രമാണ് ദേഷ്യം വരുന്നത്. കാണാൻ മിസ് ചെയ്യായിരുന്നു. ഇപ്പൊ റൂട്ട് മാറ്റി പിടിക്കുക. ഇല്ലടാ മിസ് ചെയ്യുന്നില്ല. ആണോ? അയ്യടാ വിത്ത് മറ്റേ മുതല് പോകാത്താണൊന്നും മിണ്ടാതെ ചാറ്റ് കണ്ട് അന്താളിച്ചിരിക്കണേ. പക്ഷെ 2-ാം തീയതിക്ക് അപ്പുറം എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ 2-ാം തീയതി വരുമോന്ന് അറിഞ്ഞൂടാ. വരുവാണെങ്കിൽ എനിക്ക് 2-ാം തീയതിക്ക് അപ്പുറം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി 2026 എന്ന് വരുന്നു അന്ന്. ഓക്കെ ഓക്കെ 2026 കാരണം വന്നില്ലല്ലോ, എന്റെ മരിച്ചല്ലോ. എനിക്ക് തന്തയുണ്ട്, ഒരു തന്തയുണ്ട്. തന്തയ്ക്ക് പറഞ്ഞേ. ഓയ് നീ എന്തോന്നും മിണ്ടാത്തേ? നിങ്ങള് സംസാരിക്കല്ലേ? എന്നാലും കാണാം. നീ വാ കറങ്ങാൻ പോവാ. എങ്ങോട്ട്? നമുക്കൊരു പാരാഗ്ലൈഡിംഗ് കൂടെ പോയാലോ? നിക്ക് പറ. ഒരു പാട്ടെങ്കിലും പെണ്ണോ പോയൊരു പാട്ടെങ്കിലും ഇടാവ്. നീയൊക്കെ ഉണ്ടല്ലോ മുടിഞ്ഞങ്ങ് പോകും, മനസ്സിലായി? മുടിഞ്ഞങ്ങ് പോകും നീയൊക്കെ. എവിടാടാ എല്ലാം പെണ്ണാച്ചികളെല്ലാം?
ആരോടെങ്കിലും പറയണ്ടേ? കറക്റ്റാ. ചേട്ടാ അമ്മായി കൊടുത്തോട്ടാ പോയി പക്ഷെ ഏതോ അതിലെ കമന്റ് ഇട്ടത് വീഴ്ച കണ്ണനല്ല പെണ്ണ ചേട്ടാ വണ്ടി കയറ്, വണ്ടി കയറ്. നടന്നു. അയ്യേ ഇതൊക്കെ എന്ത് ഞാൻ ഇപ്പൊ ജയിച്ചിട്ടില്ല, കേറ്. അവനെ വിളിച്ചേണ്ടത്. ഗൈസ് ഇല്ല അവന്റെ ആർപ്പ് കളിക്കട്ടെ നിങ്ങൾ ഇതാക്കല്ലേ അവന്റെ ആർപ്പ് നശിപ്പിക്കല്ലേ. അയ്യോ അവൻ ഇതാകട്ടെ നമുക്ക് മതിയടാ പിള്ളേരെ മതി ഗൈസ് നമ്മള് തീരെ ഇതാക്കല്ലേ. കൊടുക്കാനുള്ള കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതലൂടെ പറയടാ കുറച്ച് ചുമ്മാ ഇരിക്കും. എടേ വേറൊരുത്തനുണ്ടടാ ആര് വൈകുന്നേരം ആകുമ്പോ വരും ബോയ് മിസ്സിംഗ് ബോയ് ആര് ബോയ് എന്ത് ചെയ്യുന്നു ബോയ് അതാര് ചോദിക്കണാരാ? ഏതോ ഒരു പെണ്ണ്. അത് എടാ ഇങ്ങനെയല്ലടാ പറയുന്നേ സാശല്ലേ അത്? ആരോ ഇങ്ങനെ തന്നെ ബുബോയ് അങ്ങനെ പറയല്ലേ ബുബോയ് ചിരിച്ച് സീനായിട്ടാ കൊച്ചു കണ്ട് നമ്മുടെ പാത്തുവാ നമ്മടെ ചേട്ടനെ ഏത് പാത്തുനൊക്കെ അറിയാം. ഒരു പാത്തുനുള്ളടാ ഒറ്റ പാത്ത്. മിയ ലൂക്ക ഈ സമയത്തെല്ലാം ഇത് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ബോബോയുടെ ലൈവ് കംപ്ലീറ്റ് കാണും. അപ്പൊ ലൈവ് വന്നൂടെ ആ സമയത്ത്? എടാ അപ്പൊ കഴിക്കുമായിരിക്കൂടാ.